സിനിമയിൽ അഭിനയിക്കുന്നതിന് മാത്രമല്ല, പരസ്യത്തിൽ അഭിനയിക്കുന്നതിനും താരങ്ങൾ ഭീമമായ തുക ഈടാക്കാറുണ്ട്. ഇങ്ങനെ തെന്നിന്ത്യയിലെ ഒരു പ്രമുഖ താരം പരസ്യത്തിന് വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. 50 സെക്കൻഡ് ദൈർഘ്യമുള്ള പരസ്യത്തിന് 5 കോടി രൂപയാണ് ഈ നടി പ്രതിഫലമായി വാങ്ങുന്നത്. പറഞ്ഞുവരുന്ന നടി തൻ്റെ അഭിനയത്തിലൂടെ സിനിമാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ്. പാർട്ട് ടൈം മോഡലായും ടെലിവിഷൻ അവതാരകയായും പ്രവർത്തിച്ചിരുന്ന ഈ നടി മറ്റാരുമല്ല, നയൻതാരയാണ്. ടാറ്റ സ്കൈയുടെ 50 സെക്കൻഡ് ദൈർഘ്യമുള്ള പരസ്യത്തിനാണ് നയൻതാര 5 കോടി രൂപ പ്രതിഫലം വാങ്ങിയത്. 2 ദിവസങ്ങളിലായി ചിത്രീകരിച്ച ഈ പരസ്യം തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ 4 ഭാഷകളിൽ പുറത്തിറക്കി. ദക്ഷിണേന്ത്യയിലാകെ ആരാധകരുള്ള ഒരു താരം ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് 10 കോടി രൂപയാണ് പ്രതിഫലം വാങ്ങുന്നത്. ചമയം എന്ന ടെലിവിഷൻ പരിപാടിയിൽ അവതാരകയായാണ് നയൻതാര അരങ്ങേറ്റം കുറിച്ചത്. ഇപ്പോൾ താരത്തിന് 4 ആഡംബര വീടുകളുണ്ട്. ഭർത്താവ് വിഘ്നേഷിനും കുഞ്ഞുങ്ങൾക്കുമൊപ്പം 100 കോടി വിലമതിക്കുന്ന 4 BHK ഫ്ലാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആഡംബര കാറുകൾക്കൊപ്പം ഒരു സ്വകാര്യ ജെറ്റും നയൻതാരയ്ക്ക് സ്വന്തമായുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ആറ്റ്ലി ചിത്രം ജവാനിൽ ഷാറുഖ് ഖാനൊപ്പം ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു. നടിയുടെ പ്രകടനം ഏറെ പ്രേക്ഷക പ്രശംസ നേടി. നിലവിൽ തെന്നിന്ത്യയിൽ 2 അക്ക പ്രതിഫലം വാങ്ങുന്ന നടിയാണ് നയൻതാര. അന്നപൂർണയാണ് നയൻതാരയുടേതായി അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം. അതിൽ ഒരു ഷെഫിൻ്റെ വേഷമായിരുന്നു നയൻതാരയ്ക്ക്. എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. നയൻതാര അടുത്ത കാലത്തായി അഭിനയിച്ച 10ഓളം ചിത്രങ്ങൾ പരാജയം നേരിട്ടിട്ടുണ്ട്. അപ്പോഴും നയൻതാര എന്ന നടി വാങ്ങുന്ന പ്രതിഫലം വളരെ വലുതാണ്. ഷാറുഖ് ഖാനൊപ്പം ജവാനിൽ അഭിനയിച്ചതിന് പിന്നാലെ നയൻതാര പ്രതിഫലം 12 കോടിയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. തുടർച്ചയായി പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും നയൻതാരയെ വെച്ച് സിനിമ ചെയ്യുന്നത് നിർമ്മാണ കമ്പനികൾക്ക് പോലും വലിയ ബഹുമതിയാണ്. മാത്രമല്ല, കഥ നല്ലതല്ലെങ്കിലും നയൻതാര അഭിനയിച്ചാൽ തിയേറ്ററുകളിൽ ആളുകളെ നിറയ്ക്കാനും സാധിക്കും. ബിഗിൽ, കത്തുവാക്കുള്ള 2 കാതൽ, അന്നപൂർണി തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററിൽ പരാജയമായിരുന്നു. അപ്പോഴും നയൻതാരയുടെ പ്രതിഫലവും ആരാധക കൂട്ടവും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, യു ടോക്ക്.